ഇടുക്കിയിൽ ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീ വ്യാപനമാണ്. അത് ഇങ്ങനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതെ അതിങ്ങനെ വ്യാപിക്കുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? ഏത് രീതിയിലുള്ളൊരു ദൗത്യമാണ് ഇനി അവിടെ പ്രാവർത്തികമാവുക? എന്തൊക്കെ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്? പ്രജിൻ, തെക്കൻ കാലിഫോർണിയയിലാണ് പുതുതായിട്ടൊരു കാട്ടുതീ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഈ കാട്ടുതീ ഏതാണ്ട് 24% നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ഈ മഴയില്ലാത്തതും ആഞ്ഞു വീശുന്ന കാറ്റും ഇവിടുത്തെ ഈ വരണ്ട കാലാവസ്ഥയും ഒക്കെ ഈ കാട്ടുതീ വലിയ തോതിൽ വ്യാപിക്കുവാനുള്ള കാരണമാകുകയുണ്ടായി. ഏതാണ്ട് 10,000-ലധികം ഏക്കർ കത്തി നശിച്ചു. ഇതിനോടകം ഈ മേഖലയിലുള്ളവരോട് കുടിയൊഴിഞ്ഞു പോകാനുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ആരും മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതുവരെയും ഇല്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ശനിയാഴ്ച ഈ പ്രദേശം എത്തുകയും ചെയ്യുന്നുണ്ട്. മറ്റ് 2 സ്ഥലങ്ങളിൽ ഈറ്റനിലും ഒക്കെ ഈ വലിയ തോതിൽ ഈ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഏറെ ആശ്വാസമാകുന്ന ഒരു വാർത്ത, ഈ വാരാന്ത്യത്തിൽ മഴ വരുവാനുള്ള സാധ്യതയുണ്ട്. അതോടുകൂടി വലിയ തോതിൽ ഈ തീ അണയുവാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് കാലാവസ്ഥ നിരീക്ഷകരും അതുപോലെ അഗ്നിശമന സേനാംഗങ്ങളും.